നെക്സ്റ്റ് സർക്യൂട്ട് മെട്രിക്സ് ആണ്. സർക്യൂട്ട് മെട്രിക്സിൽ റോസ് വരുന്നത് എഡ്ജസും കോളംസ് വരുന്നത് സൈക്കിൾസ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്കൊരു 4 സർക്യൂട്ട്സ് കിട്ടും. C1 എന്ന് പറയുന്നത് സെറ്റ് E3 E4 ആ പാരലൽ എഡ്ജസ്, C2 എന്ന് പറയുന്നത് സെറ്റ് E1 E7 E8, C3 സെറ്റ് E2 E5 E8 അതായത് ആ 2 ട്രയാങ്കിൾ സർക്യൂട്ട്സ്. C4 വരുന്നത് ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ആ സ്ക്വയർ സർക്യൂട്ടാണ്, സെറ്റ് E1 E2 E5 E7. എന്നിട്ട് 1 if ith സൈക്കിൾ ഇൻക്ലൂഡ്സ് jth എഡ്ജ് 0 അതർവൈസ്. നമുക്ക് മനസ്സിലായി ടോട്ടൽ സൈക്കിൾസ് നമുക്ക് കിട്ടിയത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് 4 ആണ്. ഓർഡർ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ അത് ബേസ് ചെയ്ത് ഗ്രാഫിൽ മെട്രിക്സ് വരയ്ക്കണം. സോ C1 C2 C3 C4 എഴുതി. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് E8 ആണ്. സോ E1 to E8 എഴുതി. നെക്സ്റ്റ് ഫസ്റ്റ് സൈക്കിളിലുള്ള എഡ്ജസ് E3 E4 ആണ്. സോ E3ക്കും E4നും 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസിനും 0 ഇട്ട് കൊടുത്തു. സെക്കൻഡ് സൈക്കിളിലെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ E1 E7 E8 ആണ്. സോ അതിന് 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസിനും 0 ഇട്ട് കൊടുത്തു. C3യിൽ E2 E5 E8 ആണ്. സോ അതിന് 3നും 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസിനും 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് C4 വരുന്നത് E1 E2 E5 E7 ആണ്. സോ അതിന് 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസിനും 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഫൈൻഡ് ദി സർക്യൂട്ട് മെട്രിക്സ് ഓഫ് ദി ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നിരിക്കുകയാണ്. നമ്മളതിൽ സൈക്കിൾസ് നോക്കാം. 2 ട്രയാങ്കുലർ പാർട്ട് ഉണ്ടാവും, E2 E3 E5ഉം E1 E4 E5ഉം. അതിനുശേഷം C3 ആ ടോട്ടൽ സ്ക്വയർ പാർട്ട് E1 E2 E3 E4. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C4 ആയിട്ട് വരുന്നത് E1 E8 E7 E8 E6 ആണ്. C5 ആയിട്ട് വരുന്നത് E9 ആണ്, സെൽഫ് ലൂപ്പാണ്. പിന്നെ C6 കിട്ടിയിട്ടുള്ളത് E11 E12 ആ പാരലൽ എഡ്ജസ് ആണ്. അപ്പോൾ ടോട്ടൽ സൈക്കിൾസ് കിട്ടിയത് 6 സൈക്കിൾസ് ആണ്. ടോട്ടൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ 12 വരെയുണ്ട്. സോ നമ്മൾ എഡ്ജസ് എഴുതുക, സൈക്കിൾസ് എഴുതുക. ഓരോ സൈക്കിളിലും ഇൻസിഡൻ്റ് ആയുള്ള എഡ്ജസിന് 1 കൊടുക്കുക, അല്ലാത്ത എഡ്ജസിന് 0 കൊടുക്കുക. ഫസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ E2 E3 E5ന് 1 കൊടുക്കുക, ബാക്കി എല്ലാ എഡ്ജസും 0 കൊടുക്കുക. C2ന് E1 E4 E5ന് 1 കൊടുക്കുക, ബാക്കി എല്ലാത്തിനും 0 കൊടുക്കുക. C5ലേക്ക് വരുവാണെങ്കിൽ E9ന് 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. C6ന് E11നും E12നും 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. ഈ ഫോമിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതേ ഫോമിൽ കിട്ടും. ഫസ്റ്റത്തെ കുറച്ച് വേർട്ടീസസിൻ്റെ കുറച്ച് ഭാഗം നമ്പേഴ്സും പിന്നെ ബാക്കിയുള്ളത് സീറോസും ആയിരിക്കും. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് തന്നെ സീറോസും പിന്നെ ആയിരിക്കും നമ്പേഴ്സ് വരെ. അതായത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണെങ്കിൽ A of G 0 0 A of G ഈ ഫോമിലായിരിക്കും മെട്രിക്സ് ഉണ്ടാവുക. അത് തന്നെയാണ് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ കേസിലും സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിലും അഡ്ജസൻസി മെട്രിക്സിൻ്റെ കേസിലും ഉള്ളത്. സോ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സർക്യൂട്ട് മെട്രിക്സ് എന്താണെന്ന് നോക്കാം. എ കോളം ഓഫ് ഓൾ സീറോസ് കറസ്പോണ്ട്സ് ടു എ കട്ട് എഡ്ജ്. E10 എന്ന് പറഞ്ഞൊരു എഡ്ജ് വരച്ചപ്പോഴാണ് ആ പാരലൽ എഡ്ജസ് ഗ്രാഫിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നത്. E10 എന്ന് പറയുന്ന ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴാണ്. സോ E10 ഈസ് കോൾഡ് ആസ് ദ കട്ട് എഡ്ജ്. കട്ട് എഡ്ജ് ആണെന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ കോളം ഫുള്ള് സീറോസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്പർ ഓഫ് വൺസ് ഇൻ എ റോ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ കറസ്പോണ്ടിങ് സൈക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്പർ ഓഫ് വൺസ് ഇൻ എ റോസ്. ഇപ്പോൾ C3ൻ്റെ നമ്പർ ഓഫ് എഡ്ജസ്, ആ സൈക്കിളിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 4 ആണ്. C4ൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതാണ് നമ്പർ ഓഫ് വൺസ് ഇൻ എ റോ കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ കറസ്പോണ്ടിങ് സൈക്കിൾ. അതേപോലെ എ കോളം ഓഫ് ഓൾ സീറോസ് കറസ്പോണ്ട്സ് ടു എ കട്ട് എഡ്ജ്. തേർഡ് പ്രോപ്പർട്ടി, റോ കറസ്പോണ്ടിങ് ടു ലൂപ്പ് ഹാസ് എ 1. ലൂപ്പുള്ള ഒരു റോ ആണെങ്കിൽ ആകെ ഒരു 1 ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ C5ൽ കാണുന്നത്. ആകെ ഒരു 1 ഉള്ളൂ. ദാറ്റ് മീൻസ് സൈക്കിൾ 5 ഈസ് എ ലൂപ്പ്. നെക്സ്റ്റ് ഇഫ് G ഈസ് ഡിസ്കണക്റ്റഡ് ദെൻ B of G ഈക്വൽ ടു B of G1 0 0 B of G2. ആൻഡ് അതാണ് നമ്മുടെ സർക്യൂട്ട് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.